ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പം നമ്മുടെ കാലത്തെ റുട്ടീനാണ് കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ ഇന്ന് ആകെ തിരുന്നേരക്കാണ്. കാരണം അമ്മൂട്ടിക്ക് ഇന്ന് എക്സാം ഉണ്ട്, ഇംഗ്ലീഷാണ് എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മൂട്ടിനെ പഠിപ്പിക്കേണ്ട, അതിൻ്റെ ഇടയിൽ നമ്മുടെ അടുക്കള പണിയും കൂടി നടക്കുന്നുണ്ട്. അപ്പം നമുക്കിന്ന് ദോശയാണ്. ദോശയുടെ ഒപ്പം നമ്മുടെ തക്കാളി ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചമ്മന്തി പോലെ ഉണ്ടാക്കിയില്ല, തക്കാളി ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചിങ്ങനെ എന്താ പറയുക, കുറുകിയ മാതിരി കുറച്ച് വെള്ളം പോലെ കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവർക്കും തികയും. അപ്പോൾ തക്കാളി കഴിഞ്ഞാൽ മറന്നുപോയി. അപ്പം നമ്മൾ തക്കാളി ആദ്യം നമ്മുടെ ചുവന്നുള്ളിയും അതേപോലെ തക്കാളിയും കൂടിയിട്ടൊന്ന് മിളകുപൊടിയും മുളക് പൊടിയും ഒക്കെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. അതായത് വല്ലാണ്ട് വഴണില്ല, അതിൻ്റെ ആ പച്ചമണൊക്കെ പോകുന്ന മാതിരി വഴറ്റിയെടുത്തിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നമ്മളൊന്ന് നല്ലോണം നരച്ചെടുക്കുക ചെയ്യുക. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് നമ്മൾ താളിക്കും. പക്ഷേ തിരക്കുള്ളത് കൊണ്ട് വല്ലാണ്ട് ചൂടാറാനും നിന്നില്ല, ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച്. പിന്നെ ഇവിടെ വേപ്പില നമ്മളിവിടെ വെച്ചതൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. പിന്നെ വേപ്പില കടയിൽ നിന്ന് അങ്ങനെ മേടിക്കാറില്ല, അപ്പം അതുകൊണ്ട് അതില്ല. പിന്നെ മുളകും ഇട്ടില്ല കേട്ടോ, ജസ്റ്റ് കടുക് പൊട്ടിച്ചു. എന്നിട്ട് നമ്മുടെ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു, നമ്മൾ അരച്ച് വെച്ച മിക്സ്. അപ്പം നമ്മുടെ തക്കാളി ചട്നി റെഡിയായി. അമ്മൂട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്, തക്കാളിയോട് എങ്ങനെ വെച്ചാലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അമ്മൂട്ടി ഇവിടെ പരീക്ഷ ചെയ്തുകൊണ്ട് തന്നെ, പരീക്ഷ മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ ഞാൻ എണീറ്റ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവളെ വിളിക്കും. എന്നിട്ട് അവളുടെ പഠിക്കാനുള്ളതൊക്കെ അവൾ ചിലപ്പോൾ എന്നെ പറഞ്ഞു കേൾപ്പിക്കും, തലേദിവസം പഠിച്ചത് അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനതും നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ദോശ പരിപാടികൾ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സ്കിൻ കെയറും അതേപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മുടെ വീഡിയോയിലുണ്ട്. നമ്മുടെ ഫുൾ ഡേ റുട്ടീനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. രാവിലെ എനിക്ക് ഭയങ്കര തിരക്കുക, കാരണം ഈ സ്കൂളിൽ പോകണ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും ഇത് തന്നെയാവും. അപ്പോൾ അത് കഴിഞ്ഞ് അമ്മൂട്ടി നേരെ പോയിട്ട് നമ്മുടെ കുംഫു ചെയ്തു. അത് എന്നും ചെയ്യാറുണ്ട്, പഠിച്ചു കഴിഞ്ഞാൽ നേരെ കുംഫു ചെയ്യുക, പിന്നെ ഭക്ഷണം കഴിക്കുക, അതാണ് അവളുടെ റുട്ടീൻ. പിന്നെ ചേട്ടന് ദോശ ഇഡ്ഡലി സംഭവങ്ങളൊന്നും വലിയ പിടുത്തില്ല. അവൾക്ക് രാവിലെ ഒന്നില്ലെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ ചോറ് വേണം. അപ്പം ഞാൻ നമ്മുടെ പരിപ്പ് നമ്മളിങ്ങനെ വേവിച്ചിട്ട് ചെറിയൊരു ദാൽ ഫ്രൈ മാതിരി എടുക്കില്ല, ചേട്ടന് ഭയങ്കര ഇഷ്ടം. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുത്തിപ്പൊടിച്ച് മുളക് ഇടുന്നതാണ് ഇഷ്ടം, പക്ഷെ അതില്ലാത്തതുകൊണ്ട് ചുവന്ന മുളക് ഇട്ടു. പിന്നെ കുറച്ച് നേരം ഒന്ന് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിങ്ങനെ പൊടിയായിട്ട് നമുക്ക് കിട്ടും. അപ്പം അമ്മൂട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി, അവൾക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കാറില്ല എങ്ങനെയാണ്, കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചപ്പോൾ എങ്ങനെയാണ് ഈ വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കണേന്ന്. ഞാനും കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം അമ്മൂട്ടിക്ക് സർപ്രൈസുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് ഇങ്ങനെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ ഞാൻ പറയില്ല എന്താ ഉണ്ടാക്കണേന്ന്. അപ്പോൾ ആള് കുളിക്കാനൊക്കെ പോകുന്ന നേരത്താണ് ഞാൻ റെഡിയാക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് വെജിറ്റബിൾസ് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അത്യാവശ്യം അങ്ങനെ ഒലർന്ന് പോവാത്ത വെജിറ്റബിൾസ് എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീൻ ബീൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്, അതുപോലെ തന്നെ ബീൻസ് എല്ലാം ഉണ്ട് കേട്ടോ. അത് വേവിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ചോറ്, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്, അതാണ് കുറച്ചും കൂടി രസം. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അമ്മൂട്ടിക്കും കൂടെ ഉള്ളത് ഉണ്ടാക്കണം കേട്ടോ. എനിക്ക് ഉച്ചയ്ക്കാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മൾ വേറെ വേവിച്ച് വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മുടെ ഈ കറുവപ്പട്ട അങ്ങനത്തെ സംഭവങ്ങളില്ല, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അധികം ഇടില്ല കേട്ടോ, വളരെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് വേവിച്ച് ഉപ്പൊക്കെ ചോറിലിടുന്നുണ്ട്, അതേപോലെ വെജിറ്റബിൾസ് വേവിക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഉപ്പ് ഞാൻ അധികം ഇടാറില്ല ഇപ്പോൾ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് നേരം മൂടി വെച്ചൊന്ന് വേവിച്ചിട്ട് നമ്മുടെ സംഭവം റെഡിയായി. അപ്പം ഞാൻ അമ്മൂട്ടിക്ക് മാത്രമല്ല, അമ്മൂട്ടിയുടെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് സർപ്രൈസ് കൊടുക്കുകയാണെങ്കിലും മിക്ക ദിവസം സർപ്രൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉള്ളിലേക്ക് പോകില്ല, പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ചമ്മന്തിയും. അപ്പോൾ അതാണ് അമ്മൂട്ടിയുടെ ലഞ്ച് ബോക്സ്. പിന്നെ നമ്മുടെ പൂവാറായപ്പോഴേക്കും അവള് കുളിക്കാനൊക്കെ പോയ നേരത്താണ് സർപ്രൈസ് ഞാൻ ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ചപ്പാത്തി അങ്ങനെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചില ദിവസങ്ങൾ മാത്രമാണ് ബ്രെഡ് ഉപയോഗിക്കാറുള്ളൂ. ബ്രെഡ് എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല കൊടുത്തയക്കാൻ. അപ്പോഴേക്കും പിന്നെ പൂവാറായപ്പോഴേക്കും പിന്നെ ഭയങ്കര തിരക്കായി അമ്മൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു 8:40-45 ആകുമ്പോഴേക്കും ഇവിടെ നിന്ന് നടക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടിയിലായിരിക്കും. നേരെ അവിടെ ബസ് വരുന്നിടത്ത് കൊണ്ടുവന്നാക്കും, ബസ് കയറ്റി വിടുക, അങ്ങനെ ചെയ്യാം. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ അത് ദോശ, ചമ്മന്തി സംഭവങ്ങളൊക്കെ. ചേട്ടന് നമ്മുടെ പരിപ്പും ചമ്മന്തിയും ചോറ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ വിറ്റമിൻ സിയുടെ കുറച്ച് റേഞ്ച് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ വരാനും നമ്മുടെ പിഗ്മെന്റേഷൻ, ഡൾനെസ്, നമ്മുടെ അതുപോലെ തന്നെ സ്കിന്നിലത്തെ നമുക്കൊരു ഡിസ്കളറേഷൻ ഇതൊക്കെ മാറി
മാറി നമ്മുടെ സ്കിന്ന് ഈവൻലി ബ്രൈറ്റൻ ഗ്ലോ ഒക്കെ ആവാൻ വേണ്ടിയിട്ട് വിറ്റമിൻ സിയുടെ ഗ്ലോ റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ നമുക്ക് പാരബൻ ഫ്രീ സിലിക്കോൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഗുഡ് വൈബ്സിന്റെ ഗ്ലോ വിറ്റമിൻ സി റേഞ്ചിലുള്ള പ്രൊഡക്റ്റുകളാട്ടോ. അപ്പൊ ഏറ്റവും ആദ്യത്തെ വന്നിട്ട് ഗുഡ് വൈബ്സ് ഗ്ലോ ഫോമിംഗ് ഫേസ് വാഷ് വിത്ത് ഡീപ് ക്ലെൻസിങ് ബ്രഷ് ആട്ടോ. നമുക്ക് ഇതുപോലത്തെ ബ്രഷ് വരുന്ന ഒരു ഫോമിംഗ് ക്ലെൻസിങ് ഫേസ് വാഷ് ആണ് നമ്മൾ ആദ്യത്തെ കാണുന്നത്. അപ്പൊ നമുക്കറിയാം വിറ്റമിൻ സി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും നല്ല ഗ്ലോ കൊണ്ടുവരാനും നമ്മുടെ സ്കിന്നിലത്തെ ഡിസ്കളറേഷൻ ഒക്കെ മാറി പിഗ്മെന്റേഷൻ ഒക്കെ കുറച്ച് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു നമ്മുടെ ക്ലെൻസിങ് ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വെച്ചൊന്ന് ക്ലെൻസ് ചെയ്യാം നമ്മുടെ ഫേസ്. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ലൊരു എന്താ പറയുക സ്മൂത്ത് ആൻഡ് നല്ലൊരു ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇത് കഴുകി നമ്മുടെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വരുമ്പോൾ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷീറ്റ് മാസ്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പൊ അത് വന്നിട്ട് ഗുഡ് വൈബ്സിന്റെ തന്നെ ഗ്ലോ ഷീറ്റ് മാസ്ക് വിറ്റമിൻ സി ആട്ടോ. മാസ്കിന്റെ പ്രത്യേകത നമ്മുടെ സ്കിന്ന് റിപ്പയർ ചെയ്യും. അതേപോലെ സ്കിന്നിലത്തെ പ്രശ്നങ്ങൾ, അതായത് ഡൾനെസ്, അതുപോലെ ഡാർക്ക് സ്പോട്ട്, പിമ്പിൾ മാർക്സ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെന്റേഷൻ, ആ ഒരു ടാൻ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മാറി നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കിയിട്ട് ഗ്ലോ ആക്കി വെക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ നോർമലായിട്ട് നമ്മൾ ഷീറ്റ് മാസ്ക് ഇടുന്ന മാതിരി തന്നെ നല്ല സിറത്തിൽ ഇങ്ങനെ നന്നായിട്ട് ഡിപ്പായിട്ട് ഇരിക്കുന്നത് നമ്മൾ നമ്മുടെ ഫേസിൽ ഇട്ടിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് പുറമെ നമ്മുടെ ഈ ഷീറ്റ് മാസ്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിലത്തെ എസെൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് ഇങ്ങനെ അബ്സോർബ് ആയി നന്നായിട്ട് ആ ഗ്ലോയും അതേപോലെ റിസൾട്ട് ഒക്കെ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിട്ട് കിട്ടും കേട്ടോ. കഴിഞ്ഞു. നമുക്കപ്പോൾ നമ്മുടെ ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്യാം. അപ്പൊ നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ, അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ആൻഡ് സപ്പിൾ ആയിട്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതിലത്തെ ആ ഒരു എസെൻസ് ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ നെക്കിൽ അതുപോലെ തന്നെ ഫേസിൽ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യിക്കാം. നമ്മളിത് കഴുകി കളയൊന്നും വേണ്ട കേട്ടോ. നോർമൽ നമ്മൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം നല്ലൊരു ഗ്ലോ, അതുപോലെ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ഫീലിംഗ്, നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ടോണർ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഗുഡ് വൈബ്സിന്റെ വിറ്റമിൻ സി ഗ്ലോ ടോണർ ആണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ വിറ്റമിൻ സി റേഞ്ചിലുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ടോണർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിലാട്ടോ അത് വരുന്നത്. നല്ലൊരു വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ളൊരു ഭയങ്കര കാമായിട്ടുള്ള നല്ല കൂളായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ റേഞ്ച് സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ റേഞ്ച് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലോ നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കതിനെ കാണുന്നില്ലേ ഫേസിൽ നമ്മുടെ ആ ഒരു സ്കിന്ന് നാച്ചുറലി നല്ലൊരു ഗ്ലോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കിൻ കെയറിൽ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള മോയ്സ്ചറൈസർ നമ്മൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക, പ്ലസ് നമ്മുടെ സൺസ്ക്രീനും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലോ, അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ്, അതേപോലെ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡൾനെസ്, അതുപോലെ തന്നെ ടാൻ, അതുപോലെ നമ്മുടെ സ്കിന്നിൽ അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ നമുക്ക് മാറിയിട്ട് നല്ല ഈവൻ ആയിട്ട് നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഗുഡ് വൈബ്സിന്റെ ഗ്ലോ ബോഡി ലോഷൻ ആണ് വിറ്റമിൻ സിയുടെ. ഇങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ കുളി കഴിഞ്ഞിട്ടോ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു ഡള്ളായിട്ട് ഫീൽ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ ബോഡിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ കൈമയും കാലുമൊക്കെ നന്നായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മോയ്സ്ചറൈസിങ് പ്ലസ് നമുക്ക് ആ ഒരു ഗ്ലോ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലോ വിറ്റമിൻ സി റേഞ്ചിലുള്ള ആ ഒരു സ്കിൻ കെയർ. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കുക, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു നാച്ചുറൽ ഗ്ലോ ഫിനിഷ് കിട്ടുക, അതേപോലെ നമ്മുടെ സ്കിന്നിലത്തെ പ്രോബ്ലംസ് ഒക്കെ മാറി സ്കിൻ നല്ല ക്ലിയർ ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് വിറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള വിറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള പ്രൊഡക്ട്സ്. അതും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ ആയിരിക്കണം, അതേപോലെ പാരബൻ ഫ്രീ, സിലിക്കോൺ ഫ്രീ, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗുഡ് വൈബ്സിന്റെ പ്രൊഡക്റ്റ് നമുക്ക് സൂപ്പർബാണ്. നമ്മുടെ ആ ഒരു അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ കിട്ടുന്നത് എന്നുള്ളത് മറ്റൊരു കാര്യം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ
ഉണ്ട്, സ്കിൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, ഭയങ്കര പിഗ്മെന്റേഷൻ ഉണ്ട്, അതുപോലെ ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണ്, നമ്മളൊരു അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൊഡക്റ്റ് ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്തായാലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാം, പർച്ചേസ് ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ 11 മണിയായി സമയം. അപ്പം നമ്മൾ 11:20 ഇപ്പം നമ്മൾ നമ്മുടെ ജ്യൂസ് ഇന്ന് വലിയ കുഴപ്പം തോന്നുന്നില്ല. അപ്പോൾ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കറണ്ട് ഉണ്ട്. ചീര അരിഞ്ഞു തരും. എനിക്ക് ചീര കൂട്ടാൻ വയ്ക്കാണ്ട് പ്ലീസ്. ചീര അരിഞ്ഞു തരും. കാല് പിടിക്കും. ചീര അരിഞ്ഞു തരും. ഇപ്പൊ ഞാന് വിഞ്ചാണ്ട് സോപ്പിടും. വയറൊഴിഞ്ഞിട്ട് സോപ്പിടും. ഇല്ലേട്ടാ, എനിക്ക് പണിയൊക്കെ എടുത്ത് തരാറുണ്ട്. അപ്പൊ ഇന്ന് അപ്ലോഡ് ചെയ്യണ കാരണം എനിക്ക് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇപ്പൊ കഴിച്ചേ പറ്റൂ. അപ്പൊ 11 മണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കണ്ടേ. അവിടെ പണിക്കാരൻ ചേട്ടന്മാരുണ്ട്, അവർക്ക് ഫുഡ് കൊടുത്തു. അവരിതേ കഴിച്ചുകൊണ്ടിരിക്കുക. ചായ ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ ഇടയിൽ പോയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ജ്യൂസ് കുടിക്കണു. പണിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അരിഞ്ഞു വയ്ക്കാൻ മറന്നുപോയി. ഞാൻ അല്ലെങ്കിൽ തലേദിവസം അരിയായിരുന്നു. അപ്പോൾ നമ്മുടെ പാവൻ ചേട്ടൻ നമുക്ക് ചീര അരിഞ്ഞു തന്നു കേട്ടോ. ചീര അരിഞ്ഞു തരാൻ മാത്രമല്ല, നമ്മുടെ ടിപ്പൂനും ബ്രിട്ടോനെ കുറെ കാലമായിട്ട് ചിക്കനൊന്നും വാങ്ങാറില്ല. കാരണം എനിക്ക് തീരെ സ്മെല്ല് പറ്റണില്ല. പിന്നെ അത് കഴുകി വെടുപ്പാക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ടേ. അപ്പൊ ചേട്ടൻ ഇപ്പം ഇന്ന് വാങ്ങി കൊണ്ടുവന്ന് അത് കഴുകി കുക്കറിൽ ഇപ്പൊ വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചീര അവിടെ അരിഞ്ഞിരിപ്പുണ്ട്. അപ്പം ഞാൻ പരിപ്പ് രാവിലെ വേവിച്ചപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപ്പ് ചീരയും കൂടിയിട്ട് കുറച്ച് തേങ്ങ എടുത്ത് അരച്ചിട്ട് നമ്മൾ കടുക് താളിക്കില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കും, ചാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യട്ടെ. പിന്നെ ഉള്ള പണി എന്താ വെച്ചാൽ കുറച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചേട്ടൻ തന്നെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിത്തിരി ഉപ്പും മുളകൊക്കെ പുരട്ടി. ചിക്കനും ഒന്നും എനിക്ക് തീരെ പറ്റണില്ല. അപ്പോൾ വറക്കുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ. എനിക്ക് തീരെ പറ്റുന്നില്ല. നമുക്കിങ്ങനെ പച്ചക്ക അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴും വറക്കുമ്പോൾ ആദ്യം എനിക്ക് പറ്റിയിരുന്നില്ല. ഞാൻ എവിടെയെങ്കിലും ഓർഡർ ഇഷ്ടപ്പെടുക ചെയ്യാം, മാസ്ക് ഒക്കെ ഇട്ടിട്ട് എവിടെയിരിക്കും. ഇപ്പോൾ എനിക്ക് വറക്കണത് വലിയ കുഴപ്പമില്ല, കുറച്ച് നേരമായി വരുന്നുണ്ട്. അപ്പം ഞാൻ പോയിട്ട് ആ പണികളൊക്കെ ചെയ്യട്ടെ. ഇപ്പം 12 മണിയായി, ചോറിൻ്റെ നേരവും. അപ്പോൾ നമ്മുടെ ലഞ്ചിൻ്റെ സമയമായി. അപ്പോൾ ഞാനിവിടെ പരിപ്പും ചീരയും കൂടിയിട്ട് ചാറ് മാതിരി നമ്മൾ വെച്ചിട്ടുണ്ട്. അതും പിന്നെ നമ്മുടെ രാവിലെ ഉണ്ടാക്കിയ പരിപ്പും പിന്നെ പപ്പടമാണ് കേട്ടോ. പപ്പടം എനിക്ക് ഒഴിവാക്കാൻ തീരെ പറ്റുന്നില്ല. ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എന്നാലും ചില ദിവസങ്ങൾ ഒഴിവാക്കും, ചില ദിവസങ്ങൾ കഴിക്കും. കുറച്ച് നേരം കൂടി എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാൻ നമ്മുടെ ചായ കുടിക്കാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു മിൽമയുടെ എന്താ പറയുക ചോക്ലേറ്റ് ഷേക്ക്. ഇതിങ്ങനെ കഴിക്കാൻ പാടില്ലെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പണിക്ക് 2 ചേട്ടന്മാരെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചായ വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി ആയിട്ടുണ്ട്. അപ്പോൾ ചായ വെക്കുക. അപ്പോൾ ഞാൻ കുടിക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അമ്മൂട്ടി വരും. അപ്പോൾ അമ്മൂട്ടിക്ക് ഞാൻ ഇതിൻ്റെ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടീസ് ഇതൊക്കെയായിരുന്നു. നമ്മളെ ചായ കുടിക്കുമ്പോൾ എനിക്ക് കൂടുതൽ അസിഡിറ്റി പ്രോബ്ലം കൂടുന്ന മാതിരി തോന്നി, ചായയും കാപ്പിയൊക്കെ. അപ്പോൾ ഇങ്ങനെ തണുപ്പിച്ച സംഭവം കുടിക്കുമ്പോൾ പാലോടെ തിളച്ച് നോക്കിയതാ. സംഭവം കുടിക്കുമ്പോഴേ എനിക്കൊരു നല്ലൊരു ഫ്രഷ് ഫീൽ ഉണ്ട്. ചായ തിളച്ച് തുടങ്ങി. ഞാൻ അവർക്ക് ചായ കൊടുക്കട്ടെ. നമ്മുടെ അമ്മൂട്ടി വന്നിട്ട് ഇതേ ദോശ. ഞാൻ അപ്പോൾ ദോശ ആകുമ്പോൾ ഞാൻ വൈകുന്നേരം സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുക. ദോശ അങ്ങനെ ഒരു തണുത്താകെ സുഖില്ല ഉണ്ടാവില്ല രാവിലെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഉണ്ടാക്കും. അപ്പോൾ അവൾ വന്ന് അവൾക്ക് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ ഇനി എക്സാം ഉണ്ട്. അപ്പോൾ അവൾ പഠിക്കും കാര്യങ്ങളൊക്കെ വേണ്ടി അവൾ തന്നെ മേലൊക്കെ കഴുകി. എനിക്ക് കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം അവൾക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അവൾ തന്നെ അതെ ഇവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ വന്നിരുന്ന് പഠിക്കുക. ചേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം നമ്മുടെ കോൺ വാങ്ങി കൊടുന്നു കേട്ടോ. അപ്പം അമ്മൂട്ടിക്ക് അവിടെ പഠനമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച് കുറച്ച് നേരം വൈകി കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതേ കാണിച്ചു തരാം. കോണില്ലേ നമ്മുടെ ഇത് വന്നിട്ട് നമ്മുടെ സ്വീറ്റ് കോണില്ലേ, അമേരിക്കൻ സ്വീറ്റ് കോൺ, അതാണ് കേട്ടോ. ഇതിങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പും ഇതിങ്ങനെ ആവിയിൽ ഇതേ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വെന്തുണ്ടാവും. നമ്മളിത് ഇഡ്ഡലി പാത്രത്തിൽ ഇഡ്ഡലി ചെമ്പൊക്കില്ലേ, അതിൽ നമ്മളിങ്ങനെ ആവിയിൽ വെക്കുക. അപ്പം അത് അവിടെ ഇരുന്ന് വേവും. വെന്തിട്ട് നമ്മൾ പിന്നെ ഇത് എടുത്തിട്ട് ഇതിൽ ഉപ്പും മുളകൊക്കെ പിന്നെ ചെറുനാരങ്ങയൊക്കെ വെച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പം അത് കുറച്ചെണ്ണം വാങ്ങി കൊടുക്കുന്നുണ്ട്. പിന്നെ മാംഗോ ഒരെണ്ണം അല്ല കേട്ടോ, ഉണ്ട്
പിന്നെ ആപ്പിള് ഞാൻ ജസ്റ്റ് ഓരോന്നും കാണിച്ചത് മാത്രം. കുറച്ചുണ്ട്. ആ അടുത്തത് നോക്ക്. അപ്പോ നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ്. കുറച്ച് കഴിയുമ്പോൾ അമ്മൂട്ടിയുടെ കഴിഞ്ഞിട്ട് വേണം. അയ്യോ മാങ്ങ താഴത്ത് പോയതേ. ഓക്കെ, അപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്തെ ഇനി കാണാട്ടോ. അമ്മൂട്ടി കുറച്ചും കൂടി പഠിക്കാണ്ട്. നാളെ ഇംഗ്ലീഷാണ് എക്സാം ഉള്ളത്. അപ്പൊ എനിക്ക് ഇന്ന് ഞാൻ എന്റെ ക്ലാസ് ടെസ്റ്റ് നടന്നപ്പോ എനിക്ക് 10 ഔട്ട് ഓഫ് 5 അല്ല 9 അല്ലേ? 9.5 കിട്ടിയ എന്നുവെച്ചാ 9 കിട്ടി. വെരി ഗുഡ് കിട്ടി. സ്റ്റാർ ഉണ്ടായിരുന്നു. ആസ്വാദന കുറിപ്പ് എഴുതാണ്ടായിരുന്നു. ഞാൻ ഇപ്പുറത്തെ എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിയണ കുറച്ച് കവികള്. എനിക്ക് അച്ഛൻ ഈ വെരി ഗുഡ് കിട്ടിയ കാരണം എനിക്ക് അച്ഛൻ ഒരു മുയലിനെ വാങ്ങിയിരുന്നു കേട്ടോ. ക്യാൻഡി മാഷ്മെല്ലോ ആണോ? എനിക്ക് വേണ്ട, നീ കഴിച്ചോ. മാഷ്മെല്ലോമ കണ്ണും മൂക്കൊക്കെ വെച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് എന്തൊക്കെ മാതിരിയുള്ള. നല്ല സോഫ്റ്റ് ആട്ടാ. നമ്മുടെ കോണത് ഇവിടെ മിളകൊക്കെ തേച്ചിട്ട്, മിളകല്ല മുളക് തേച്ച് ഉപ്പും പിന്നെ ചെറുനാരങ്ങ അങ്ങനെ വെച്ചിട്ട് കഴിക്കാം. സൂപ്പർ, ഭയങ്കര രസമുണ്ട് കേട്ടോ അങ്ങനെ കഴിക്കാൻ. ഇതിങ്ങനെ കട്ടി കുറവല്ലേ, അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള കോണിന്റെ ആ ഒരു ഇതല്ലേ സീഡ് മാതിരിയുള്ള സംഭവം. അപ്പൊ നമുക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പം നല്ലതാ. പിന്നെ വയറിനും കൂടിയിട്ട് നല്ല എരിവും അതേപോലെ ഉപ്പും ഒക്കെ ഇഷ്ടം ഈ സമയത്തുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാ സ്വീറ്റ് കോൺ. എപ്പോഴും അല്ല, വല്ലപ്പോഴും. അല്ലാതെ അധികം ആവരുന്നല്ല പറയാം. അപ്പോൾ നോർമലി വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറയാറില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ആകെ ഛർദിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ എനിക്ക് അങ്ങനെ ഒന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നെ വേറെ ഒന്നും കഴിച്ചില്ല കേട്ടോ. നമ്മൾ അമേരിക്കൻ സ്വീറ്റ് കോൺ കഴിച്ചില്ല, അതന്നെ കഴിച്ചുള്ളൂ. പിന്നെ വേറെ ഒന്നും കഴിക്കാനും പറ്റിയില്ല, ഛർദിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പെടുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.